ഒരു ഖബറിലേക്ക് 2 ആളെ വെക്കുന്ന സാഹചര്യം വരുമ്പോ, 3 ആളെ വെക്കുന്ന സാഹചര്യം വരുമ്പോ മുൻഗണന കൊടുക്കുന്നത് ഏറ്റവും അധികം ഇൽമുള്ളവർക്കാണ്. അതേ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ അവസാനം നിർവഹിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അമലും ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കലാണ്. ആമുഖമായി ഞാനൊരു വിഷയം പറഞ്ഞത് നിങ്ങൾ മറന്നു പോകരുത്. നമ്മുടെ കുടുംബത്തിലുള്ള അശ്രദ്ധകളൊക്കെ മാറാൻ, അജ്ഞതകൾ നീങ്ങിക്കിട്ടാൻ ഇനിയും ഉലമാ, നല്ല ധൈര്യമുള്ള ഇൽമും തഖ്വയുമുള്ള നല്ല ഉലമാ പിറക്കണം. ഇൽമനുസരിച്ച് അമൽ ചെയ്യുന്ന ഉലമാക്കൾ ഇനിയും പിറക്കണം. സുബ്ഹാനല്ലാഹ്, അതിന് മുതഅല്ലിമീങ്ങൾ നന്നായി വളർന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതിനാണ് ഇതുപോലെയുള്ള നല്ല നല്ല ദർസുകളൊക്കെ വളരുന്നത്. ദർസ് നടത്തുന്ന ഉസ്താദുമാർക്കും അതിനെ സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും ഖൈറും ബറക്കത്തും ഏറെ അല്ലാഹു തആല ചൊരിയുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ ഒരു പ്രധാനപ്പെട്ട സംഗതി കൂടിയാണ് ഇൽമിനെ സഹായിക്കുക എന്നത്. നിങ്ങളെ സമ്പത്തിൽ ബറക്കത്ത് വേണോ? സന്താനങ്ങളിൽ ബറക്കത്ത് വേണോ? വീടുകളിൽ ബറക്കത്ത് വേണോ? അതിനൊരു പ്രധാനപ്പെട്ട സംഗതി ഇൽമു പഠിക്കാൻ വേണ്ടി മുതഅല്ലിമീങ്ങളെ അയക്കുക. അത് ബറക്കത്തുണ്ടാകാൻ ഒരു കാരണമാണ്. അനുഭവസ്ഥനും കൂടിയാണ് ഞാൻ. എൻ്റെ ബാപ്പ മാത്രം അധ്വാനിച്ചിട്ടാണ് ഞങ്ങൾ മക്കൾ 9 ആളുകൾക്കുള്ള അധ്വാനം കണ്ടെത്തിയത്. 3 ആൺകുട്ടികളും 6 പെൺമക്കളുമാണ് ഉപ്പക്ക് ഹയാത്തിലുണ്ടായത്. മരിച്ചുപോയവർ വേറെയുണ്ട്. ഞങ്ങളെ നാട്ടിലെ സ്വഭാവം അനുസരിച്ച് സ്ത്രീകൾ പണിക്ക് പോകുന്ന പണിയുണ്ട്. മോശപ്പെട്ട പണിയൊന്നുമല്ല, ചപ്പ് നുള്ളാൻ പോകുന്ന പണിയുണ്ട്. കുടലൂർ ഭാഗത്ത് കണ്ടില്ലേ, തേയില നുള്ളാൻ പോകും. അത് അവർക്ക് പറ്റുന്നൊരു പണിയാണ്. ഉമ്മാനെ പാപ്പ അതിന് പോണ്ടാന്ന്, നീ അതിന് പോണ്ടാന്ന്. മക്കളെ ഓതാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോൾ അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് തരുന്നു. എങ്ങനെയാണ്? അത് എവിടുന്ന കിട്ടിയ? അത് പഴയ ഉസ്താദുമാരിൽ നിന്ന് കിട്ടിയ പാഠമാണ്. അവർക്ക് എവിടുന്ന കിട്ടിയത്? ഇൽമിന്റെ കേന്ദ്രമായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളല്ലേ അത് പറഞ്ഞത്. മദീന പള്ളിയിൽ ഓതിക്കൊണ്ടിരിക്കുന്ന സ്വന്തം സഹോദരനെ വിട്ടുകിട്ടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന സഹോദരൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു. നബിയെ, എൻ്റെ ഒരു സഹോദരൻ ഇവിടെ ഓതുന്നുണ്ട്, ആ സഹോദരൻ കൂടി ഒന്ന് വിട്ടുതരാണെങ്കിൽ ഞങ്ങൾക്ക് 2 ആൾക്ക് ജോലിക്ക് പോകാമായിരുന്നു. തങ്ങളെന്താ വേഗം കൊണ്ടുപോയിക്കൊള്ളില്ലോ? അല്ല, കൊണ്ടുപോകരുത്. ലഅല്ലക തുർസഖു ബിഹി. നിങ്ങളെ സഹോദരൻ ഇവിടെ ഓതിപ്പടിക്കുന്നത് കാരണം, ഹദീസും ആയത്തും തഫ്സീറും ഒക്കെ പഠിക്കുന്നത് കാരണം നിങ്ങൾക്കുള്ള റിസ്ക് അല്ലാഹു തരും.